അപ്പോൾ 2024 നീറ്റ് എക്സാമിൽ പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ ഉണ്ടായ വലിയ വിജയത്തെക്കുറിച്ച് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ ആ വിജയത്തിൽ പങ്കാളിയായ ഒരു വിദ്യാർത്ഥിയാണ് ഈ ക്യാമ്പസിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. നമ്മുടെ തൻസി Q48 ബാച്ചിലെ തൻസിയാണ്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരൻസും സഹോദരനും ഒക്കെ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളും കാര്യങ്ങളും നീറ്റിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അങ്ങനെ ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ. അപ്പോൾ ഒരു വർഷത്തെ ഒരു വലിയ പ്രയത്നമായിരുന്നല്ലോ. അപ്പോൾ നന്നായിട്ട് പരീക്ഷ എഴുതാനായിട്ട് സാധിച്ചു. അപ്പോൾ എന്താണ് ഇപ്പം മനസ്സിലേക്ക് വരുന്നത്? ഒരു സ്ട്രെസ് വിട്ടു, ഒരു റിലീഫ് ഉണ്ട്. ഇപ്പോൾ എന്തായാലും പരീക്ഷ എളുപ്പമായിരുന്നു. ഇവിടെ നിന്ന് വന്ന അതേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഒരുപാട്. അങ്ങനെ ഇവിടുത്തെ ഒരു മോഡൽ എക്സാം പോലെ തന്നെയായിരുന്നു അല്ലേ? പൊതുവേ എക്സാം എങ്ങനെയായിരുന്നു? പാടായിരുന്നു? ഒരു മോഡറേറ്റ് ലെവലായിരുന്നു? എങ്ങനെയായിരുന്നു? ഈസി ടു മോഡറേറ്റ് ആ ഒരു ലെവലായിരുന്നു. കുറച്ചെങ്കിലും ഫിസിക്സ് ആയിരുന്നു, കുറച്ച് ബാക്കിയെല്ലാം ഈസി ആയിരുന്നു. നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? മലപ്പുറത്ത് നിന്നല്ലേ? അപ്പം മലപ്പുറത്ത് നിന്ന് പാലായിൽ വന്ന് റിപ്പീറ്റ് ചെയ്യാം എന്നിങ്ങനെ തീരുമാനിക്കാനുണ്ടായ പ്രത്യേകിച്ച് കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഞാനിവിടെ ക്രാഷ് ചെയ്തിരുന്നു. അപ്പൊ അതിലിവിടെ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് തോന്നി, അങ്ങനെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ വന്നത്. പിന്നെ ഇവിടെ തന്നെ നല്ല എല്ലാം അടിപൊളിയായിരുന്നു. മോഡൽ എക്സാമിന്റെ ഒക്കെ ഒരു മാർക്ക് ഈ ഒരു റേഞ്ചിലേക്ക് എത്തിയിരുന്നോ? അല്ല, മോഡൽ എക്സാമിന് എനിക്ക് ആദ്യം വളരെ കുറവായിരുന്നു. 600 പോലും എത്തിയിട്ടില്ലായിരുന്നു. പിന്നെ പിക്കപ്പ് ആയി വന്നു. ലാസ്റ്റ് എത്തിയപ്പോൾ ഏകദേശം എത്തിയല്ലേ? ഏതാണ് ഫേവറേറ്റ് സബ്ജക്ട്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി? ഫിസിക്സ് ആണല്ലേ? ഫിസിക്സ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്ന് കുറച്ച് കുട്ടികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം എങ്ങനെയായിരുന്നു മോൻ? എങ്ങനെയായിരുന്നു അതിൻ്റെ എക്സ്പീരിയൻസ്? എനിക്ക് എഴുതുന്ന സമയത്ത് ഇച്ചിരി ബുദ്ധിമുട്ടായി തോന്നിയിരുന്നു. പക്ഷേ എല്ലാം ഓപ്ഷനെല്ലാം മാർക്ക് ചെയ്തു. വീട്ടിലെത്തി നോക്കിയപ്പോൾ ഏകദേശം കുഴപ്പമില്ലായിരുന്നു. ഇല്ലായിരുന്നല്ലേ? അപ്പോൾ ഹോസ്റ്റൽ ലൈഫൊക്കെ എങ്ങനെയായിരുന്നു? ഇവിടെ വന്ന് വീട്ടിൽ നിന്ന് മാറി നിൽക്കുവാണല്ലോ, അത് ദൂരത്ത്. അപ്പോൾ അതെങ്ങനെയാണ് മോന് ആദ്യമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളെല്ലാവരും ഹോസ്റ്റലിൽ എല്ലാവരും ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. ഞാൻ താമസാഗരൻ്റെ ഹോസ്റ്റലായിരുന്നു. അതെല്ലാവരും ഇതേപോലെ എല്ലാവരും പഠിക്കും. ഏകദേശം എല്ലാവരും അത്യാവശ്യം സ്കോർ ചെയ്ത് വന്നിരുന്നു. എല്ലാവരും നല്ല പഠിക്കും. എല്ലാം അങ്ങോട്ട് ഹെൽപ്പിംഗ് ആയിരുന്നു. നമ്മളൊരു അത്യാവശ്യം സൗഹൃദങ്ങളൊക്കെ ഉണ്ടായോ? അതെ, ഒരുപാടുണ്ടായിരുന്നു. ഏകദേശം കേരളത്തിൽ എല്ലായിടത്തു നിന്നും സൗഹൃദങ്ങൾ. അത് കഴിഞ്ഞപ്പോൾ പരീക്ഷ കഴിഞ്ഞ് അവരെല്ലാം വിളിച്ച് എല്ലാവരും വിളിച്ചിരുന്നു. ട്രിപ്പ് പോകാനുള്ള പ്ലാനിങ്ങിലാണല്ലേ? അപ്പോൾ ഇനി മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പുള്ള ഒരു സമയം ഉണ്ടല്ലോ, ഫ്രീ ടൈം. അപ്പോൾ ആ ഫ്രീ ടൈം വീണ്ടും അവരെയൊക്കെ കാണാൻ എല്ലാവരോടൊന്നും കൂടാൻ എവിടെ പോകുന്നത് തീരുമാനിച്ചോ? ഇല്ല, അതിന്റെ പ്ലാനിങ് നടക്കുന്നുള്ളൂ. സാറിന്റെ പേര്? അബ്ദുൾ റഷീദ്. എന്താ ചെയ്യുന്നത്? ബിസിനസ് ആണല്ലേ? അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു സമയത്ത്? അല്ല, ഇപ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം എനിക്ക് ഏകദേശം കുഴപ്പമില്ലാത്തൊരു മാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി റിസൾട്ട് വന്നാലേ പൂർണ്ണമായിട്ടും അറിയുള്ളൂല്ലോ. എങ്കിലും നല്ലൊരു എന്താ പറയുക, കോളേജ് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു നല്ലൊരു സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ് എനിക്കതിൽ ഏറ്റവും ബെസ്റ്റായി പറയുന്നത്. കഴിയുന്നത് എനിക്ക് റിപ്പീറ്റ് ബാച്ചാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഹെൽപ്പും ജോർജ് സാറ് പ്രത്യേകിച്ച് ഇങ്ങനെ സ്പെഷ്യലി ഡയറക്റ്റ് വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വരാൻ തന്നെ പറഞ്ഞത്. അപ്പോൾ വളരെ നന്നായിട്ട് സാറ് ഹെൽപ്പ് ചെയ്ത് കൊടുത്ത്, അതുവരെ സാറ് പിന്നെ ക്ലാസ് ടീച്ചർ ടോമി സാറെല്ലാം വളരെ നന്നായിട്ട് എന്നും ഞാൻ ഇപ്പോൾ ഈ ലാസ്റ്റ് സമയത്ത് വരെ മൂപ്പരോട് സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും എന്നോടും പറയും നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. വളരെ ഒരു മാൻ ടു മാൻ മാർക്കിംഗ് പോലെ തന്നെ ശരിക്കും സ്റ്റുഡൻസിനെ അവർ നോക്കിയിട്ടാണ് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ എല്ലാവർക്കും പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ടെൻഷൻ ഉണ്ടായിരുന്നോ ഒരു എക്സാം ടൈം ആയി കഴിഞ്ഞപ്പോൾ? എന്താവും, പ്രത്യേകിച്ച് മോഡൽ എക്സാമിൻ്റെ ഒക്കെ മാർക്ക് വന്നു കഴിഞ്ഞപ്പോൾ? എന്നാലും കുഴപ്പമില്ലാത്തൊരു മാർക്ക്. പിന്നെ ഇവന് ആദ്യം വളരെ ഡൗൺ, ഞാൻ സാറായിട്ട് സംസാരിച്ചു. പിന്നെ സാറുമായിട്ട് ഉള്ള ഒരു ഇതിൽ പിന്നെ ഇവനിക്ക് കൂടുതൽ മാർക്ക് ലാസ്റ്റ് വന്നപ്പോൾ നല്ല മാർക്ക് സ്കോർ ചെയ്തിരുന്നല്ലോ, കുഴപ്പമില്ലാത്തൊരു മാർക്ക് സ്കോർ ചെയ്ത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരു കോൺഫിഡൻസ് ആയി അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് നമ്മുടെ ഇത് പറഞ്ഞ പോലെ ജോർജ് സാറൊക്കെ ആയിട്ട് സംസാരിച്ചോ? ക്ലാസ് ടീച്ചറായിട്ട് സംസാരിച്ചു. ഇപ്പോൾ ടോമിൻ സാറിനായിട്ട് സംസാരിച്ചു. ജോർജ് സാറെ കണ്ടിട്ടില്ല. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ചേട്ടനാണല്ലേ? അതെ. അപ്പോൾ എന്ത് ചെയ്യുന്നത്? ഞാൻ ബിസിനസ് തരുന്നതാണ്. പേര്? ഫർസീൻ. ഓക്കെ. അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു സമയത്ത്? അനിയൻ ഇത്ര നല്ലൊരു മാർക്ക് കിട്ടുന്നു, ഡോക്ടർ ആവാൻ പോകുന്നു. അതെ, അവനായിട്ട് നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ അവൻ്റെ ഈ ഒരു മാർക്ക് ഇത്ര വന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഫൈനൽ ഒരു മാർക്ക് വരാനും കൂടെ ഉണ്ട്. അപ്പോഴാണ് കറക്റ്റ് ഇതിനെ കുറിച്ച് പറയാൻ പറ്റുക. അപ്പോൾ അവന് ഇട്ട എഫേർട്ടിനുള്ള ഒരു റിസൾട്ട് കിട്ടിയെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ മെഡിക്കൽ എന്നുള്ളൊരു ആഗ്രഹം ആൾക്ക് ചെറുപ്പം മുതൽ ഉണ്ടായിരുന്നോ? നിങ്ങളോടൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നോ? അതെ, സ്വാഭാവികമായിട്ട് അവന് ചെറുപ്പം മുതൽ അത്യാവശ്യം തന്നെ അക്കാദമിക്കലി കുറച്ച് പോസിറ്റീവായിട്ട് തന്നെ ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു അപ്പർ ലെവലായിട്ടുള്ളൊരു ചിന്താഗതി എപ്പോഴും അവൻ്റെ മെൻറ്റാലിറ്റിയിൽ ഉണ്ടായിരുന്നു. ടെക്നിക്കലാണെങ്കിലും മെഡിക്കൽ വൈസ് ആണെങ്കിലും അത് നന്നായിട്ട് അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഏത് ക്യാമ്പസ് തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കുമല്ലോ ജൂൺ 14 ശേഷം അതിൻ്റെ ചിന്തകളും കാര്യങ്ങളൊക്കെ പോകുന്നു. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ക്യാമ്പസ് മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ടോ?
അല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് ഡ്രീം ബേസ് എത്തിയതിന് ബാക്കി റിസൾട്ട് വരട്ടെ അതിനനുസരിച്ച് തീരുമാനിക്കും അല്ലേ? അപ്പോൾ ആഗ്രഹിച്ച മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് വിക്ടറി ഡേയിൽ മീറ്റ് ചെയ്യാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക്സ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.